Hi everyone. അപ്പോൾ നമ്മൾ ഫിൻപ്രൂവിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഫിൻപ്രൂവിൻ്റെ USPസും ഹൈബ്രിഡ് മോഡും എല്ലാം ലാസ്റ്റ് വീഡിയോയിലൂടെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഫിൻപ്രൂവിൻ്റെ ഡിഫറെൻറ്റ് കോഴ്സുകളെ പറ്റി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഡൊമൈൻ ആയിരുന്നു. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൽ ഓൾമോസ്റ്റ് 10+ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ കോഴ്സുകളെ ആയിട്ടും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഈ കോഴ്സുകളെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളിപ്പം എല്ലാവരും 1ാം ക്ലാസ് മുതൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്തവരാണ്. അപ്പം 1 to 10 നമ്മൾ പഠിച്ചു. നമ്മുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ ചിലപ്പം 40-50 കുട്ടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലസ് 10th കഴിഞ്ഞതിന് ശേഷം നമ്മൾ +2ലേക്ക് പോയി. അപ്പം +2 നമ്മുടെ കൂടെ 10th കഴിഞ്ഞ എല്ലാവരും ഒരേ സ്ട്രീം അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. ചിലർ കൊമേഴ്സിലേക്ക് പോയി, ചിലർ സയൻസിലേക്ക് പോയി, ചിലർ ഹ്യൂമാനിറ്റീസിലേക്ക് പോയി. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് ഇപ്പോൾ കൊമേഴ്സാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആ 10th വരെ പഠിച്ചിരുന്ന കുട്ടികളിൽ നിന്ന് കുറച്ച് പേരായിരിക്കും കൊമേഴ്സിലേക്ക് വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളൊരു BCom അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ +2 ഉണ്ടായിരുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഡിഗ്രിക്ക് വന്നിട്ടുണ്ടാവില്ല. ചിലർ +2 വെച്ച് പഠിത്തം നിർത്തി കാണുമായിരിക്കും, ചിലർ വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലർ പല കോളേജുകളിലേക്ക് പോയിട്ടുണ്ടാവും. അതിൽ നിന്ന് ചിലപ്പോൾ 1-2 പേരായിരിക്കും നമ്മുടെ കൂടെ എഗെയിൻ നമ്മൾ ഡിഗ്രി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും PG എടുത്തിട്ടുണ്ടായിരിക്കാം. PG എടുക്കാനാണെങ്കിലും നമ്മുടെ കൂടെ എല്ലാവരും വന്നിട്ടുണ്ടാവില്ല. ചിലപ്പം 1-2 പേരായിരിക്കും നമ്മുടെ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഒരു കോഴ്സിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഫിൻപ്രൂവിൻ്റെ മേജർ ആയിട്ടുള്ള അക്കൗണ്ടിങ് കോഴ്സ് ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മേജറായിട്ടും ഒരു ജോബ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 4 പ്രോഗ്രാമുകളെയാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഈ 4 പ്രോഗ്രാമിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമുകളുടെ പേരൊന്ന് പറയാം. PG ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ്, PGDIFA എന്ന് പറയുന്ന പ്രോഗ്രാം 9 months പ്രോഗ്രാമാണ്. PG ഡിപ്ലോമ ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, PGBAT എന്ന് പറയുന്ന പ്രോഗ്രാമും 9 months പ്രോഗ്രാമാണ്. CBAT എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ ഒരു 6 month പ്രോഗ്രാമാണ്. ദെൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന DIA പ്രോഗ്രാം ഒരു 3 month പ്രോഗ്രാമാണ്. അപ്പം ഈ ഒരു 4 പ്രോഗ്രാമിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമ്മുടെ അക്കൗണ്ടിങ് പ്രോഗ്രാമുകളെ പറ്റിയിട്ട് അറിയാം. അപ്പം നമുക്ക് ഈ 4 പ്രോഗ്രാമും ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്ലോ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. 1ാം ക്ലാസ് മുതൽ 10 വരെ, +2, ഡിഗ്രി, PG. അപ്പം നമ്മൾ ഈ 4 പ്രോഗ്രാമിനെയും ആ ഒരു ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ DIA എന്ന് പറയുന്ന 3 മാസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് 10th വരെ നമ്മൾ എടുക്കുന്ന പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ CBATലേക്ക് പോകുന്നു, ദെൻ PGBATലേക്ക് പോകുന്നു, PGDIFAയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 പ്രോഗ്രാമിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും ക്ലാസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 അപ്പോൾ ആദ്യത്തെ ഇവിടെ ഈ ഒരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ PGDIFAയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PGDIFA എന്ന് പറയുന്നത് ഒരു 3 levels ഓഫ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ PGDIFAയുടെ ഫസ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് നമ്മുടെ DIA എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ DIA എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ 10ാം ക്ലാസ് വരെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമായി നമ്മൾ കവർ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ആണ്. പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേർഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥി, ഇപ്പം നമ്മുടെ വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ചിലപ്പം BCom കഴിഞ്ഞ ഉടനെ വന്നവരായിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വന്നവരായിരിക്കാം, ചിലപ്പം വേറൊരു ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് വന്നവരായിരിക്കാം. അപ്പോൾ ഏത് ലെവലിൽ നിന്ന് വന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഈക്വേഷൻസ്, അതുപോലെ തന്നെ ഇപ്പം ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യുന്നത്, ദെൻ ട്രയൽ ബാലൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അസറ്റ് ലയബിലിറ്റി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബേസിക് അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ കവർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടാലി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ടാലിയുടെ 2 കേസ് സ്റ്റഡി ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ GSTയുടെ
കംപ്ലീറ്റ് തിയറി പാർട്ട് നമ്മൾ ഈ ഒരു ലെവൽ 1-ൽ കവർ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻകം ടാക്സിൻ്റെ TDS ഫയലിംഗ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു ലെവൽ 1-ൽ കവർ ചെയ്യും. ദെൻ പിന്നെ വരുന്നത് ESI PF കാൽക്കുലേഷൻ ആണ്. ഇത് കൂടാതെ MS ഓഫീസും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. MS ഓഫീസിൽ വരുമ്പം എക്സലിൻ്റെ ബേസിക് ആൻഡ് അഡ്വാൻസ് ലെവൽ കവർ ചെയ്യുന്നുണ്ട്. വേർഡും പവർ പോയിന്റും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ലെവൽ 1-ൽ കവർ ചെയ്യുന്നത്. സോ ഈ ലെവൽ 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മുടെ DIA പ്രോഗ്രാമാണ്. അപ്പം ഈ ലെവൽ 1 കഴിയുമ്പം DIAക്കാർ അവരുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങും. സോ ആ എൻഡിൽ അവർക്കൊരു എക്സാം, ഇപ്പോൾ എല്ലാവർക്കും ലെവൽ 1 എക്സാം ഉണ്ടായിരിക്കും. അപ്പം CBATകാർക്കും PG ബാറ്റുകാർക്കും PG ഡിഫക്കാർക്കും ഇതൊരു ഇൻറ്റേർണൽ എക്സാം ആയിരിക്കും. ലെവൽ 1 ഇൻറ്റേർണൽ എക്സാം. DIAക്കാർക്ക് ഇതൊരു ഫൈനൽ എക്സാം ആയിരിക്കും. സോ ആ സമയത്ത് DIAക്കാർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്ലസ് ടാലിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമാണ്. അപ്പോൾ ടാലി എക്സാമും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ DIAക്കാർക്ക് ഉണ്ടായിരിക്കും. സോ ഈ 2 സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് DIAക്കാർ ഇറങ്ങുന്നു. അപ്പോൾ DIAയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് 3 months പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈവൻ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഇവർക്ക് നമ്മുടെ ഒരു സ്പോട്ട് ജിറാഫ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. ജോബ് പ്ലാറ്റ്ഫോമാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്ങിൻ്റെ. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ഫ്രീ എൻട്രി കൊടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് കയറി ജോബിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ജോബുകളിൽ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ആ ഒരു കാര്യമാണ് DIAക്കാർക്ക് വരുന്നത്. ഇനി ഓഫ് കോഴ്സ് ലെവൽ 1 കഴിഞ്ഞു. അപ്പം നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞു. നമ്മൾ കുറച്ച് പേര് +2ലേക്ക് പോയി. അതാണ് CBAT, ദെൻ PG BAT, PG DIFA. ഈ 3 പേരും ലെവൽ 2-ലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ ലെവൽ 2 എന്ന് പറയുന്നത് CBATകാരുടെ ഫൈനൽ ലെവലാണ്. PG ബാറ്റുകാർക്കും PG ഡിഫക്കാർക്കും അത് ലെവൽ 2 ആണ്. സോ ഈ ലെവൽ 2-ൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സോഹോ ബുക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ ടാലിയുടെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള കേസ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട്. GST സിമുലേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ള ഫയലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടി അതൊന്ന് കേൾക്കുക. അപ്പം GST ഫയലിംഗ് GSTR 1-ഉം 3B ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ കവർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സ്കിൽ ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് അതിൽ വരുന്നത്. പ്ലസ് ലാംഗ്വേജ് ട്രെയിനിങ് കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. പ്ലസ് അഡീഷണലി SAPയുടെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പം നമ്മുടെ ലെവൽ 2 കംപ്ലീറ്റ് ആവും. അതും എഗെയിൻ ഒരു 3 months ആണ് പ്രോഗ്രാം വരുന്നത്. സോ CBATകാരുടെ ഫൈനൽ ലെവലാണ്. അപ്പോൾ അവരുടെ ഫൈനൽ എക്സാമും കൂടി കൂട്ടത്തിലുണ്ടായിരിക്കും. ടാലിയുടെയും സോഹോ ബുക്സിൻ്റെയും സർട്ടിഫിക്കേഷൻ എക്സാം ഉൾപ്പെടെ. അത് കഴിയുമ്പോൾ CBATകാർ അവരെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങും. നേരെ ഇവരെ നമ്മൾ പ്ലേസ്മെൻറ്റിലേക്കാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത്. PG ബാറ്റുകാരും PG ഡിഫക്കാരും അവർ അടുത്ത ലെവലിലോട്ട് പ്രൊമോട്ട് ആവുക ചെയ്യും. സോ ഇതാണ് നമ്മുടെ CBAT എന്ന് പറയുന്നത്. ലെവൽ 1-ഉം ലെവൽ 2-ഉം കൂടിയിട്ടുള്ള CBAT. ഇനി അടുത്തത് ലെവൽ 3 ആണ്. ഈ ലെവൽ 3-ൽ വരുന്നത് PG ബാറ്റും PG ഡിഫയും ആണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ PG ഡിഫ എന്ന് പറയുന്നത് നിങ്ങൾ പേര് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. PG ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അഫ്കോഴ്സ് നമ്മൾ ഇന്ത്യനും ഫോറിൻ അക്കൗണ്ടിങ്ങും അവിടെ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഗൾഫ് കൺട്രീസിലെ അക്കൗണ്ടിങ് ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ദെൻ PG ബാറ്റ് എന്ന് പറയുന്നത് PG ഡിപ്ലോമ ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ. ഇവിടെ നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് ആണ് കവർ ചെയ്യുന്നത്. സോ അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. സോ തേർഡ് ലെവലിൽ PG ബാറ്റുകാരായിരിക്കും PG ബാറ്റും PG ഡിഫും ഒരുമിച്ചാണ് പോകുന്നത്. ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് SAPയുടെ കംപ്ലീറ്റ് ഒരു എൻഡ് ടു എൻഡ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SAP S/4HANA FIയുടെ ബിസിനസ് എഡിഷനാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇത് കൂടാതെ MIS-ഉം ഓഡിറ്റിങ്ങും PG ബാറ്റിനും PG ഡിഫയ്ക്കും കോമൺ ആയിട്ടുണ്ട്. സോ ഈ ഒരു 3 പ്രോഗ്രാം കഴിയുമ്പം PG ബാറ്റുകാർ അവരുടെ ഫൈനൽ എക്സാമിലേക്ക് കടക്കും. അവരുടെ ടാലി എക്സാമും അതുപോലെ തന്നെ സോഹോ ബുക്സിൻ്റെയും SAPയുടെ മെയിൻ എക്സാംസും അവർ എഴുതി അതിൻ്റെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് അവിടെ നമ്മൾ പ്ലേസ്മെന്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് PG ഡിഫക്കാരുടെ ടോപ്പിക്കാണ്. അപ്പം ഈ 3 പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ PG ഡിഫക്കാർ അടുത്ത 2 ടോപ്പിക്കിലേക്ക് കടക്കും. അത് ഗൾഫ് വാറ്റും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സുമാണ്. ഈ 2 പ്രോഗ്രാമും കൂടി കഴിയുമ്പം
PG ഡിഫക്കാരുടെയും കോഴ്സ് കഴിഞ്ഞ് അവരിറങ്ങും. അവരെയും എഗെയിൻ നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ ഈ 4 പ്രോഗ്രാമിൻ്റെയും ടോപ്പിക്സ് വരുന്നത്. ഞാൻ ഒരു നട്ഷൽ പറയാം. DIA എന്ന് പറയുന്നത് നമ്മുടെ 3 month പ്രോഗ്രാമാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്, ദെൻ ടാലി, ദെൻ നമ്മുടെ ഇൻകം ടാക്സ്, GST, അതുപോലെ തന്നെ MS ഓഫീസ് പ്ലസ് ബിസിനസ് ലോ. ദെൻ ഇത്രയാണ് നമ്മുടെ ലെവൽ 1 DIA എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ടോപ്പിക്. CBATകാരാണെങ്കിൽ 6 month പ്രോഗ്രാമാണ്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ടോപ്പിക്സും പ്ലസ് സോഹോ ബുക്സ്, ദെൻ ടാലിയുടെ അഡ്വാൻസ് വേർഷൻ, GST ഫയലിംഗ്, ദെൻ പ്രൊഫഷണൽ സ്കിൽസ് എന്നിവയാണ് കവർ ചെയ്യുന്നത്. പ്ലസ് ഒരു SAPയുടെ ഇൻട്രൊഡക്ഷനും കൂടെ. ഇത് കഴിഞ്ഞ് PG ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 9 months പ്രോഗ്രാമാണ്. അതിൽ ഈ പറഞ്ഞ ടോപ്പിക്സ് പ്ലസ് SAP കംപ്ലീറ്റ്, SAP S/4HANA FI വേർഷൻ, MIS ഓഡിറ്റിംഗ് കവർ ചെയ്യും. ഇനി അടുത്തത് എന്ന് പറയുന്നത് PG DIFA ആണ്. ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും പ്ലസ് ഗൾഫാറ്റ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് ഇത്രയാണ് കവർ ചെയ്യുന്നത്. സോ ഈ 4 പ്രോഗ്രാമും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഫെമിലിയർ ആയി എന്ന് വിചാരിക്കുന്നു.